ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. വളരെ എളുപ്പത്തിലും ടേസ്റ്റിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും പുതിയതായി ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പയർ തോരനാണ് കേട്ടോ. അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പയർ ഞാനിതവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക്, വലിയ ഉള്ളി, കറിവേപ്പില. ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് വറ്റൽമുളക് ക്രഷ് ചെയ്തതാണ് കേട്ടോ. ഇത്രയാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ സ്റ്റൗ ഓണാക്കി ഒരു പാത്രം ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഞാനിതൊരിക്കൽ ഉണ്ടാക്കി നോക്കിയതാണ്, എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ഉപ്പേരിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊരു പകുതി വേവാവുന്നത് വരെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ ഇതാ നല്ല പാകമായിട്ടുള്ള വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പയർ ആഡ് ചെയ്ത് കൊടുക്കാം. പയറിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നേരത്തെ ഉപ്പിട്ട് വെച്ചത് കൊണ്ട് ഇനി ഇതിലേക്ക് വേറെ ഉപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് നന്നായിട്ട് ഇതിൽ പിടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നല്ലപോലെ അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. 10 മിനിറ്റെങ്കിലും ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരടപ്പ് കൊണ്ട് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം, വേവായിട്ടുണ്ടോ എന്നറിയാം. ഇതൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം കേട്ടോ, കാരണം നമ്മൾ ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല ഫ്രഷ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനി ചില്ലി ഫ്ലേക്സിൻ്റെ ആ സ്മെല്ലും കൂടി ഈ പയറിൽ പിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. നമ്മുടെ പയറുതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇതിൻ്റെ അടപ്പ് തുറക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാട്ടോ, നല്ല അടിപൊളിയാണ്. ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം, അപ്പോഴേ മനസ്സിലാവൂ. അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മറക്കണ്ട, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.